കേരളത്തിന് തൊട്ടു പിന്നാലെ തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക എന്ന് തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആകാംക്ഷയുണ്ട്, ആശങ്കയുണ്ട്, ചില താല്പര്യങ്ങളുമുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയൊരു കഥാപാത്രം അല്ലെങ്കിൽ പുതിയൊരു രാഷ്ട്രീയ കക്ഷി ഒരു ഇടപെടൽ അവിടെ ഉണ്ടാവുന്നു. TVK തമിഴക വെട്രിക്കഴകം എന്ന് പറയുന്ന ചിന്നദളപതി വിജയ് നായകനായി അല്ലെങ്കിൽ നേതാവായി വരുന്ന ഒരു രാഷ്ട്രീയ സിനിമയാണ് ഇപ്പോൾ അവിടെ വരാൻ പോണത്. എന്തായിരിക്കും അവരുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്? എന്തായിരിക്കും അത് സ്റ്റാലിന്റെ തുടർഭരണത്തിന് തടസ്സമോ ഗുണമോ ആവുക തുടങ്ങിയ നിരവധി ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, സ്റ്റാലിൻ അവിടെ വളരെ ശക്തമായ ഒരു മതേതര മുന്നണി രൂപീകരിച്ചിട്ടുണ്ട്. മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ കക്ഷികളും വിഭാഗങ്ങളും അതിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ വിജയകാന്തിന്റെ പാർട്ടി, അദ്ദേഹം മരിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ഭാര്യ അടക്കമുള്ള ആളുകൾ ആ പാർട്ടിയിൽ വന്നിട്ടുണ്ട്. AIDMK ആണ് പ്രധാന പ്രതിപക്ഷമായിരുന്നെങ്കിൽ അതിൽ നിന്നൊരു വിഭാഗവും ഇപ്പോൾ DMKയുടെ കൂടെ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ അതിശക്തമായ മുന്നണിയാണ് തമിഴ്നാട്ടിൽ സ്റ്റാലിൻ നേതൃത്വം കൊടുക്കുന്ന മുന്നണി. അതിനെതിരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, അങ്ങേയറ്റം ശകലീകൃതമാണ്, കഷ്ണമാണ്. ബാക്കിയുള്ള ADMK അത്ര വലിയൊരു ശക്തിയാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എങ്കിലും അവർക്ക് കുറെ വോട്ടുണ്ട്. BJP വലിയ ശക്തിയാണെന്ന് പറഞ്ഞെങ്കിലും ഒറ്റയ്ക്ക് നിന്നാൽ BJPയുടെ കാര്യം കട്ടപ്പുകയാണ്. അവിടെ അത്ര വലിയ ശേഷിയൊന്നും അവർക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ അപ്പോഴാണ് വിജയുടെ രംഗപ്രവേശം വരുന്നത്. വിജയ് ആരുടെ വോട്ടിലേക്കായിരിക്കും കടന്നു കയറുക? രണ്ട് കാര്യമുണ്ട്. ഒന്ന്, തീർച്ചയായും കേരളത്തിൽ പറയുന്നത് പോലെ ഒരു ചെറിയ ഭരണവിരുദ്ധ വികാരം, ചെറുതോ വലുതോ ആയ ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ടാവാം. ആ വിരുദ്ധ വികാരത്തിന്റെ ആദ്യത്തെ ഗുണഭോക്താവ് വിജയായിരിക്കും. കാരണം മറ്റുള്ളവരൊക്കെ മുമ്പ് ഭരിച്ചിട്ടുള്ളവരാണ്, ഇയാൾ ഭരിച്ചിട്ടില്ല. മാത്രമല്ല വളരെ ആശയപരമായി ഒരു വലിയ ഇത് അവതരിപ്പിക്കുന്നു. യൂത്ത് എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു യുവജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയും. സിനിമയുടെ വലിയൊരു ഇമേജ് ഉണ്ട്. മെർസൽ തുടങ്ങി ജനനായകൻ വരെയുള്ള സിനിമകളിൽ അദ്ദേഹം എടുത്തിട്ടുള്ളത്. തമിഴ്നാട്ടിൽ അങ്ങനെയാണ്. MGRന്റെ സിനിമ ഇമേജ്, ജയലളിതയുടെ സിനിമ ഇമേജ് ഒക്കെ തമിഴ്നാട്ടിൽ ചെലവായിട്ടുണ്ട്. പക്ഷെ തമിഴ്നാട്ടിൽ പരാജയപ്പെട്ട ഒരുപാട് സിനിമക്കാരും ഉണ്ട് എന്ന് നമുക്കറിയാം. കമലഹാസൻ വന്നിട്ടൊന്നും കണ്ടില്ല. രജനീകാന്ത് നോക്കി തിരിച്ചുപോയി. നേരത്തെ പറഞ്ഞ വിജയകാന്തും ഇതുപോലെ തന്നെ വലിയൊരു തരംഗമൊന്നും അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. സിനിമക്കാർക്ക് എപ്പോഴും തരംഗമുണ്ടാകും തമിഴ്നാട്ടിൽ എന്ന വിശ്വാസത്തിനൊന്നും അർത്ഥമില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ എന്തായിരിക്കും വിജയ് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട്? എൻ്റെ ഒരു വിലയിരുത്തലിൽ വളരെ ദുർബലമായി നേതൃത്വമില്ലാത്ത ADMK അണികൾ നല്ലൊരു ഭാഗം വിജയുടെ കൂടെ വരാൻ സാധ്യതയുണ്ട്. അതിലൊരു പരിധിവരെ സിനിമയുമായി ബന്ധപ്പെട്ട് നേരിട്ട് നിൽക്കുന്ന ആളുകളാണ്. സംഘടനാപരമായി വളരെ ദുർബലമാണ്. അതുപോലെ ചെറിയ ചെറിയ കക്ഷികൾ പലരും വിജയുടെ കൂടെ വരാൻ സാധ്യതയുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം വിജയ് അടുപ്പിച്ചിട്ടില്ല. കാരണം BJP വിരുദ്ധ നിലപാടാണ് വിജയ് ഇതുവരെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ BJPയുടെ വോട്ട് വിജയ്ക്ക് വന്നോളുന്നില്ല. പക്ഷേ മറ്റോട്ടുകൾ BJPക്ക് പോവാതിരിക്കാൻ വിജയ് ഒരു തടസ്സം, ഒരു ഇതാവും. അങ്ങനെ വരുമ്പോൾ ഞാൻ കണക്കാക്കുന്നത് വിജയുടെ വരവോടുകൂടി DMKയുടെ കാര്യം കുറെ കൂടി സേഫായി എന്നുള്ളതാണ്. വിജയ്ക്ക് ഈ പറഞ്ഞ ഒരു വലിയ സംഘടനാ സംവിധാനമൊന്നുമില്ല, ഫാൻ ബേസ് ആണ്. മാത്രമല്ല കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അപകടം, ആളുകൾ മരിച്ചതും പലപ്പോഴും വൈകി വരുന്നതും അതുപോലെയുള്ള പല പ്രശ്നങ്ങളുമുണ്ട്. വിജയ് കുറെ വോട്ട്, പ്രത്യേകിച്ചും അസംതൃപ്തരായ പ്രതിപക്ഷ വോട്ടുകൾ കുറെ വിജയ് സമാഹരിച്ചേക്കാം എന്നത് മാത്രമാണ് സാധ്യത. ഒരുപക്ഷെ പ്രതിപക്ഷത്തുള്ള AIDMK അപ്രസക്തമായി പോകാം. പഴയ അമ്മയുടെ പേരിൽ നിൽക്കുന്നത് ഇപ്പോൾ ചിന്നദളപതിയിലേക്ക് പോരാം. അങ്ങനെ വന്നാൽ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ ഒരു അല്പം സീറ്റുകൾ നേടാൻ വിജയ്ക്ക് കഴിയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സ്റ്റാലിന്റെ ഭരണ തുടർച്ചയ്ക്ക് അത് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷമുണ്ടാക്കില്ല. ഇനി നാളെ വിജയുമായി ഏതെങ്കിലും തരത്തിലുള്ള സഖ്യമുണ്ടാക്കാൻ BJP ശ്രമിച്ച് അതിൽ വിജയിച്ചാൽ അതെങ്ങനെ തുടർന്ന് മുമ്പോട്ട് പോകും എന്നതും തമിഴ്നാട് നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ ചോദ്യമാണ്. ചുരുക്കത്തിൽ ഇന്ന് സ്റ്റാലിൻ, അദ്ദേഹത്തിന്റെ മുന്നണി വളരെ സേഫാണ്.